പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 6ാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധതരം ഫങ്ഷൻസ് നമ്മൾ ആരംഭിക്കുകയുണ്ടായി. ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ് ആണ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. സെക്കൻഡ് കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്. Statistical functions are generally used to get a summarized information from a set of data. നൽകിയിരിക്കുന്ന ഒരു കൂട്ടം ഡേറ്റയിൽ നിന്നും സമ്മറൈസ്ഡ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ലിബ്ര ഓഫീസ് കാൽക്കിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആവറേജ്, മിനിമം MIN മിൻ, മാക്സിമം MAX മാക്സ്, കൗണ്ട് കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക് and also count if. These all are the major statistical functions available in LibreOffice Calc. ഇവയിൽ ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യമായിട്ട് ആവറേജ് എന്നുള്ള ഫങ്ഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നിരിക്കുന്ന സംഖ്യകളുടെ ശരാശരി തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആവറേജ് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിട്ടേൺസ് ദ സിമ്പിൾ ആവറേജ് ഓഫ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. സ്പ്രെഡ്ഷീറ്റിൽ നൽകിയിരിക്കുന്ന ഒരു കൂട്ടം നമ്പറുകളുടെ സിമ്പിൾ ആവറേജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആവറേജ് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു ആവറേജ് നമ്പർ 1 നമ്പർ 2 ലൈക്ക് വൈസ്. അവിടെ ബ്രാക്കറ്റിൽ നൽകുന്ന നമ്പറുകളുടെ ആവറേജ് ആയിരിക്കും ഈ സിൻടാക്സിലൂടെ നമുക്ക് ലഭിക്കുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു സ്പ്രെഡ്ഷീറ്റിൽ A2 മുതൽ A6 വരെ 5 സംഖ്യകൾ നൽകിയിട്ടുണ്ട്. 1000, 2000, 3000, 4000, 5000 എന്നിങ്ങനെ 5 സംഖ്യകൾ A2 മുതൽ A6 വരെ സ്പ്രെഡ്ഷീറ്റിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽ ടു ആവറേജ് 1000, 2000, 3000, 4000, 5000 എന്നുള്ള ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 3000 എന്നുള്ള ആവറേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡേറ്റ നേരിട്ട് നൽകുന്നതിന് പകരം സെൽ റെഫറൻസുകളും ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ഈക്വൽ ടു ആവറേജ് A2 കോളൻ A6. A2 മുതൽ A6 വരെയുള്ള റേഞ്ചിലാണ് വാല്യൂസ് ഉള്ളത്. ആ വാല്യൂസിൻ്റെ ആവറേജാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ആ റേഞ്ച് അവിടെ ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്താലും നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ കഴിയും. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് മിൻ, മിനിമം എന്നുള്ള ഫങ്ഷനാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇറ്റ് റിട്ടേൺസ് ദ സ്മോളസ്റ്റ് നമ്പർ ഫ്രം എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. സ്പ്രെഡ്ഷീറ്റിലുള്ള ഒരു കൂട്ടം നമ്പറുകളിൽ നിന്നും ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന്, ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് മിനിമം എന്നുള്ള ഫങ്ഷൻ. അതിൻ്റെ സിൻടാക്സ് ഈക്വൽ ടു മിനിമം ബ്രാക്കറ്റിൽ ഏതൊക്കെ നമ്പറിൽ നിന്നാണോ മിനിമം കണ്ടുപിടിക്കേണ്ടത് ആ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ
5 വാല്യൂസ് തന്നിരിക്കുന്നത്, ആ 5 വാല്യൂസിൽ ഏറ്റവും മിനിമം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽ ടു മിനിമം ബ്രാക്കറ്റിൽ ആ നമ്പേഴ്സ് കൊടുക്കാം. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും. അതിന് പകരം സെൽ റെഫറൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മിനിമം വാല്യൂ കണ്ടെത്താവുന്നതാണ്. ഇവിടെ A2 മുതൽ A6 വരെയുള്ള ആ റേഞ്ചിലാണ് വാല്യൂസ് ഉള്ളത്. അതുകൊണ്ട് A2:A6 എന്നുള്ള സെൽ റെഫറൻസിലൂടെയും നമുക്ക് മിനിമം കണ്ടുപിടിക്കാം. ഇവിടെ മിനിമം എമൗണ്ട് ആയിട്ടുള്ള 1000 ആയിരിക്കും അവിടെ ആ ഫോമുലയുടെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുക. ദെൻ മൂന്നാമത്തതാണ് മാക്സിമം, മാക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ. തന്നിരിക്കുന്ന സെറ്റ് വാല്യൂയിൽ നിന്നും ഏറ്റവും മാക്സിമം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് റിട്ടേൺസ് ദ ലാർജസ്റ്റ് നമ്പർ ഫ്രം എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഒരു കൂട്ടം നമ്പറുകളിൽ നിന്നും ഏറ്റവും ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സിൻറ്റാക്സ് നമുക്കറിയാം. മാക്സ് ബ്രാക്കറ്റിൽ നമ്പേഴ്സ് നൽകുക, ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റിൽ നമ്പർ 1 നമ്പർ 2 ഏതൊക്കെ നമ്പറിൻ്റെ ആണോ മാക്സിമം കണ്ടെത്തേണ്ടത് ആ നമ്പേഴ്സാണ് അവിടെ ബ്രാക്കറ്റ് നൽകുന്നത്. അതിന് വരെ നമുക്കറിയാം സെൽ റെഫറൻസ് യൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 5 വാല്യൂസിൽ നിന്നും ഏറ്റവും മാക്സിമം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ വാല്യൂസ് ബ്രാക്കറ്റിൽ നൽകുക കോമയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ സെൽ റെഫറൻസ് യൂസ് ചെയ്യുക, ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റിൽ A2:A6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 5000 റിസൾട്ടായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആവറേജ്, മിനിമം, മാക്സിമം. ആവറേജ്, മിൻ, മാക്സ് എന്നീ ഫങ്ഷൻസാണ് കണ്ടത്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനാണ് കൗണ്ട്. കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൗണ്ട് ഫങ്ഷൻ. ദിസ് ഫങ്ഷൻ റിട്ടേൺസ് ദ കൗണ്ട് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ്. നമ്പർ മാത്രം കൗണ്ട് ചെയ്യും. ഓൺലി നമ്പേഴ്സ്, ഡേറ്റ് ആൻഡ് ടൈം ആർ കൗണ്ടഡ് ഇൻ ദിസ് ഫങ്ഷൻ. അപ്പോൾ ഏതൊക്കെ സെല്ലിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റോ ടൈമോ ഉണ്ടെങ്കിൽ അവ മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്നുള്ള ഫങ്ഷൻ. ന്യൂമറിക്കൽ ഡേറ്റ അല്ലെങ്കിൽ വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ കൗണ്ട് എന്നുള്ള ഫങ്ഷനിലൂടെ. എത്ര നമ്പേഴ്സ് ഉണ്ട്, ഒരു പ്രത്യേക റേഞ്ചിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അതിലൂടെ കണ്ടുപിടിക്കാൻ കഴിയും. സിൻടാക്സ് എന്ന് പറയുന്നത് കൗണ്ട്, വാല്യൂസ് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ സെൽ റെഫറൻസ് ഉപയോഗിച്ച് അവിടെ റേഞ്ച് കൊടുക്കാം, ഈക്വൽ ടു കൗണ്ട് റേഞ്ച്. ഏത് റേഞ്ചിലാണോ ആ വാല്യൂസ് ഉള്ളത് ആ റേഞ്ച് റെഫർ ചെയ്യാം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു സ്പ്രെഡ്ഷീറ്റ് ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ABCD 4 കോളങ്ങളായിട്ട് 3 റോയിലായിട്ട് ഡേറ്റയുണ്ട്. അതായത് റേഞ്ച് A1 to D3 അവിടെ ഡേറ്റയുള്ളത്. ഇതിൽ നിന്നും അവിടെ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടതുണ്ട് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല ഈക്വൽ ടു കൗണ്ട് A1 D3. അവിടെ നമ്പർ 6 നമ്പേഴ്സാണുള്ളത്. 12,000, 4,000, 32,000, 15,000. ആൻഡ് ഹിയർ ഓൾസോ ഡേറ്റ് 5/1/2020 ആ ഡേറ്റും എന്താണ് അവിടെ നമ്പറായിട്ട് കൗണ്ട് ചെയ്യുന്നതാണ്. ദെൻ 3500. അപ്പോൾ ഇത്രയും 6 വാല്യൂസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്നുള്ള ഫങ്ഷൻ. അവിടെ ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. ആ റേഞ്ചിലുള്ള നമ്പറുകൾ മാത്രം എത്രയുണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കൗണ്ടിങ്.
കൗണ്ട് ഓൾ എന്നുള്ളതിൽ നിന്നാണ് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാകുന്നത്. കൗണ്ട് ഓൾ എന്നതിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അവിടെ ന്യൂമറിക്കൽ ഡേറ്റ മാത്രമല്ല, എല്ലാ ലേബലുകളും അല്ലെങ്കിൽ നോൺ ന്യൂമറിക്കൽ ഡേറ്റയും കൗണ്ട് ചെയ്യുന്നതാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി ഡേറ്റ. അത് ന്യൂമറിക്കൽ ഡേറ്റ ആവാം, അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഡേറ്റ ആവാം, അല്ലെങ്കിൽ ലേബൽസോ വാല്യൂസോ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇറ്റ് വിൽ കൗണ്ട് നമ്പേഴ്സ്, ടെക്സ്റ്റ്, ലോജിക്കൽ വാല്യൂസ്, എറർ കോഡ്സ് എക്സെട്ര. ഒരു സെല്ലിൽ എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കും. ബട്ട് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ എംപ്റ്റി സെൽസ്. ബ്ലാങ്ക് സെല്ലുകൾ കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. കൗണ്ട് എന്ന് പറയുമ്പോൾ ഡേറ്റയുള്ള സെല്ലുകൾ മാത്രം കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു കൗണ്ട്, അവിടെ വാല്യൂസ് കൊടുക്കാം ബ്രാക്കറ്റിൽ, അല്ലെങ്കിൽ സെൽ റെഫറൻസ് ആയിട്ട് ആ റേഞ്ച് സ്പെസിഫൈ ചെയ്യാം. ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ ആ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്കെടുക്കാം. അതിൽ കൗണ്ടേ കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു കൗണ്ടേ :A1 D3 എന്നുള്ള ആ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 9 എന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം A1 മുതൽ D3 വരെ 3 എംപ്റ്റി സെല്ലുകൾ ഒഴികെ ബാക്കിയെല്ലാം ഡേറ്റയുള്ള സെല്ലുകളാണ്. അപ്പോൾ ഡേറ്റയുള്ള സെല്ലുകൾ 9 എണ്ണം ഉള്ളതുകൊണ്ട് അവിടെ റിസൾട്ടായിട്ട് 9 എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ എംപ്റ്റി സെല്ലുകൾ ഒഴികെ ഡേറ്റയുള്ള എല്ലാ സെല്ലുകളും കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ. അടുത്താണ് കൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്നത്. എത്ര എംപ്റ്റി സെല്ലുകളുണ്ട്, ബ്ലാങ്ക് ആയിട്ടുള്ള എത്ര സെല്ലുകളുണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൗണ്ട്സ് ദ എംപ്റ്റി സെൽസ് ഇൻ ദ ഗിവൺ റേഞ്ച്. ഒരു പ്രത്യേക റേഞ്ചിലുള്ള എംപ്റ്റി സെല്ലുകൾ എത്രയുണ്ട് എന്ന് അതിലൂടെ കണ്ടെത്താൻ കഴിയും. ഇറ്റ് ഈസ് ദ റിവേഴ്സ് ഫംഗ്ഷൻ ഓഫ് കൗണ്ട്. കൗണ്ടയിൽ നമുക്കറിയാം എംപ്റ്റി സെല്ലുകൾ ഒഴികെ ബാക്കി കൗണ്ട് ചെയ്യും. എന്നാൽ കൗണ്ട് ബ്ലാങ്കിൽ എംപ്റ്റി ആയിട്ടുള്ള സെല്ലുകൾ മാത്രം കൗണ്ട് ചെയ്യും. സോ കൗണ്ട് ബ്ലാങ്ക് ഈസ് ദ റിവേഴ്സ് ഫംഗ്ഷൻ ഓഫ് കൗണ്ട്. അതിൻ്റെ സിൻടാക്സ് ശ്രദ്ധിക്കുക. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ റേഞ്ച് കൊടുക്കുക. ആ റേഞ്ചിൽ എത്ര ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ട് എന്ന് അതിലൂടെ നമുക്ക് കണ്ടെത്താം. ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ തന്ന എക്സാമ്പിളിൽ 3 എംപ്റ്റി സെല്ലുകളാണുള്ളത്. അപ്പോൾ ഒരു വർക്ക്ഷീറ്റിൽ ഒരു സെലക്റ്റഡ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു റേഞ്ചിൽ എത്ര ബ്ലാങ്ക് സെല്ലുകളുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കൗണ്ട് ബ്ലാങ്ക് ഉപയോഗിക്കാം. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ A1 :D3 എന്നുള്ള ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ 3 ആൻസർ കിട്ടുന്നതാണ്. കാരണം 3 എംപ്റ്റി സെല്ലുകളാണ് ആ സ്പെസിഫൈ ചെയ്ത റേഞ്ചിലുള്ളത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിൽ അടുത്തതായിട്ട് നമ്മൾ കൗണ്ട് ഈഫിനെ കുറിച്ചാണ് കാണുന്നത്. കൗണ്ട് ഈഫ് ഫംഗ്ഷൻ, അവിടെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് കൗണ്ട് ചെയ്യുക. നമ്മളൊരു പ്രത്യേക കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നവ മാത്രം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഈഫ് ഉപയോഗിക്കുന്നത്. കണ്ടീഷൻ വെച്ചുകൊണ്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദ സെൽസ് ദാറ്റ് മീറ്റ് എ ഗിവൺ കണ്ടീഷൻ. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന ഐറ്റം എത്രയുണ്ട് എന്ന് മാത്രം കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്പറുകൾ എത്രയുണ്ട് എന്ന് മാത്രം കൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ നോൺ ന്യൂമറിക് ഡേറ്റ അവിടെ കൊട്ടേഷനിൽ കൊടുത്തുകൊണ്ട് കൗണ്ട് ചെയ്യിക്കാം. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു കൗണ്ട് ഈഫ് റേഞ്ച് ക്രൈറ്റീരിയ. അപ്പോൾ അവിടെ കൗണ്ട് ചെയ്യേണ്ട റേഞ്ചാണ് ആദ്യം സ്പെസിഫൈ ചെയ്യേണ്ടത്. അതിനുശേഷം കണ്ടീഷൻ, ക്രൈറ്റീരിയ ഹിയർ മീൻസ് ദ കണ്ടീഷൻ. എന്ത് കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്? ഹിയർ ദ ക്രൈറ്റീരിയ ഈസ് ദ കണ്ടീഷൻ ടു ബി സ്പെസിഫൈഡ് ഇൻ ദ ആർഗ്യുമെൻറ്റ്. അപ്പോൾ റേഞ്ച് സ്പെസിഫൈ ചെയ്തതിന് ശേഷം എന്ത് കണ്ടീഷനാണോ ആ കണ്ടീഷനും കൂടെ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക.
മുകളിൽ പറഞ്ഞ എക്സാമ്പിളിൽ 10,000 കൂടുതലുള്ള വാല്യൂസ് നമുക്ക് കൗണ്ട് ചെയ്യണം. ഇവിടെ 10,000 കൂടുതലുള്ള വാല്യൂസ് എത്രയെന്ന് ചെക്ക് ചെയ്യണം. വാല്യൂസ് 12,000, 4,000, 32,000, 15,000, 3,500. അതിന് പുറമെ നമുക്കറിയാം ഡേറ്റും ഒരു വാല്യൂ ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക. അപ്പോൾ ഡേറ്റ് വാല്യൂ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡേറ്റ് വാല്യൂവിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഓരോ ഡേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ലിബ്രെ ഓഫീസ് കാൽക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിസൾട്ട് 4 എന്ന് വരാൻ കാരണം 10,000 കൂടുതലുള്ള വാല്യൂസ് എന്ന് പറയുന്ന ഇവിടെ 12,000, 32,000, 15,000 ഉണ്ട്. അതിന് പുറമെ തന്നിരിക്കുന്ന ഡേറ്റിൻ്റെ ഡേറ്റ് വാല്യൂ പരിഗണിച്ചുകൊണ്ട് അവിടെ നാലാമത്തെ 10,000 അധികമുള്ള വാല്യൂ ആയിട്ട് പരിഗണിക്കുന്നു. ഇവിടെ 5/1/2020 ഡേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 43,835 അപ്പോൾ 10,000 അധികമാണ്. അതുകൊണ്ടാണ് ഇവിടെ 4 എന്ന ആൻസർ കിട്ടാൻ കാരണം. അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ ക്രൈറ്റീരിയ നൽകിയിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ 10,000 എന്നുള്ളതാണ്. ആ ഗ്രേറ്റർ ദാൻ 10,000 എന്നുള്ളത് അവിടെ ഡബിൾ ഇൻവേർട്ടർ കോമയിലാണ് കൊടുക്കേണ്ടത്. അവിടെ കണ്ടീഷൻ ഡബിൾ ഇൻവേർട്ടർ കോമയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രൈറ്റീരിയ എപ്പോഴും ഡബിൾ ഇൻവേർട്ടർ കോമയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൗണ്ടി ഫംഗ്ഷനിൽ ആദ്യം റേഞ്ച് സ്പെസിഫൈ ചെയ്യുക, ഏത് റേഞ്ചിലാണ് കൗണ്ട് ചെയ്യേണ്ടത്, ദെൻ എന്ത് കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് രണ്ടാമത് കൊടുക്കുക. അപ്പോൾ റേഞ്ച് കോമ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ കണ്ടീഷൻ കൊടുക്കുക. ഇവിടെ ഗ്രേറ്റർ ദാൻ 10,000 എന്നുള്ളതാണ് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ് ആവറേജ്, മാക്സിമം അഥവാ മാക്സ്, മിനിമം അഥവാ മിൻ, കൗണ്ട്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക് ആൻഡ് ഓൾസോ കൗണ്ട് ഇഫ്. അപ്പോൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ലാബ് വർക്ക് 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിൽ ആവറേജ്, മിനിമം, മാക്സിമം തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലാബ് വർക്കാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോളോവിങ് ആർ ദ സ്കോർസ് ഒബ്റ്റൈൻഡ് ബൈ സം സ്റ്റുഡൻസ് ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. ഒരു പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഹയസ്റ്റ്, ലോവസ്റ്റ് ആൻഡ് ആവറേജ് സ്കോർ യൂസിങ് അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ ഇൻ സ്പ്രെഡ്ഷീറ്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ തന്നിരിക്കുന്ന ഡേറ്റ 7 കുട്ടികളുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ലഭിച്ച സ്കോറാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഹയസ്റ്റ് സ്കോറും ലോവസ്റ്റ് സ്കോറും ആവറേജ് സ്കോറും അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ? ആദ്യമായിട്ട് നമുക്കറിയാം, ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യണം. ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഒരു ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക് എന്നുള്ള പാത്തിലൂടെ ഒരു പുതിയ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ സെക്കൻഡ്ലി, എൻ്റർ ദ ഗിവൺ ഡേറ്റ ഇൻ ദ അപ്രോപ്രിയേറ്റ് സെൽസ്. നമുക്ക് 7 കുട്ടികളുടെ പേരും അവർക്ക് ആ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കിട്ടിയ മാർക്കും തന്നിട്ടുണ്ട്, അത് എൻ്റർ ചെയ്യുക. ദെൻ തുടർന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂ ആവറേജുമാണ്. അപ്പോൾ അത് ലേബലായിട്ട് ഹയസ്റ്റ്, ലോവസ്റ്റ്, ആവറേജ് ഇവയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ടൈറ്റിലായിട്ട് നമുക്ക് A3, A4, A5 എന്ന സെല്ലുകളിൽ കൊടുക്കാം. ഡേറ്റ എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് A3 ഹയസ്റ്റ് എന്ന് നൽകുക, A4 ലോവസ്റ്റ് എന്ന് നൽകുക, A5 ആവറേജ് എന്ന് കൊടുക്കുക. ദെൻ അടുത്ത ഘട്ടത്തിൽ ഫോമുല ഉപയോഗിച്ച് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യലാണ്. ആദ്യം
മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുന്നു എങ്കിൽ ഹയസ്റ്റ് വാല്യൂ അതാണ് മാക്സിമം. അപ്പോൾ B3 ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. റേഞ്ച് ഉള്ളത് നമുക്കറിയാം, ഈ പറയുന്ന ഡേറ്റ അല്ലെങ്കിൽ ആ ഡേറ്റയുള്ളത് B2H2 B2H2 കുട്ടികളുടെ മാർക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ആ മാർക്ക് റേഞ്ച് സ്പെസിഫൈ ചെയ്തു. ദെൻ തുടർന്ന് മിനിമം സ്കോർ കണ്ടുപിടിക്കണം. B4 സെൽ B4 ഈക്വൽ ടു മിനിമം മിൻ ബ്രാക്കറ്റിൽ B2:H2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആ രീതിയിൽ മിനിമം സ്കോർ കണ്ടുപിടിക്കുക, അതായത് ലോവസ്റ്റ് സ്കോർ. ദെൻ മൂന്നാമതായിട്ട് ആവറേജ് സ്കോറാണ് കണ്ടുപിടിക്കേണ്ടത്. അത് B5 കണ്ടുപിടിക്കുക, ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റിൽ B2:H2 റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂന്നും നമ്മൾ കണ്ടുപിടിച്ച് ആ രീതി നമുക്ക് കണ്ടുപിടിക്കാം. ഫോമുല റെസ്പെക്റ്റീവ് സെല്ലിൽ എൻ്റർ ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് കിട്ടും. ഇവിടെ ഹയസ്റ്റ് വാല്യൂ 517, ലോവസ്റ്റ് വാല്യൂ 321, ആവറേജ് വാല്യൂ 408.71. ലോഗ് വർക്ക് 3 എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആയിട്ടുള്ള ആവറേജ്, മിൻ, മാക്സ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ആവറേജ് സ്കോർ, ഹയസ്റ്റ് സ്കോർ, ലോവസ്റ്റ് സ്കോർ എന്നിവയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ലിബ്രെ ഓഫീസ് ബേസിലെ ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന ഡേറ്റ എൻ്റർ ചെയ്യുക. ബ്ലാങ്ക് വർക്ക്ഷീറ്റിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡേറ്റ എൻ്റർ ചെയ്യുക. അപ്പോൾ ഡേറ്റ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കോളം, അതിനു വേണ്ടിയിട്ട് കോളം A1 നെയിം എന്ന് ടൈറ്റിൽ കൊടുക്കുക, A2 സ്കോർസ് എന്നും കൊടുക്കുക. 7 കുട്ടികളുടെ പേരാണ് തന്നിരിക്കുന്നത്. അത് B2 മുതൽ B1 മുതൽ H1 വരെ എൻ്റർ ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കോർ B2 മുതൽ H2 വരെ എൻ്റർ ചെയ്യുക. ദെൻ അതേ തുടർന്ന് A3 ആദ്യമായിട്ട് നമ്മൾ ഹയസ്റ്റ് സ്കോർ കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി ഹയസ്റ്റ് സ്കോർ എന്നുള്ള ടൈറ്റിൽ അവിടെ കൊടുക്കാം. ഹയസ്റ്റ് സ്കോർ എന്നുള്ള ടൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുക. ദെൻ അതിൻ്റെ ഫോമുല B3 എൻ്റർ ചെയ്യാം. ഈക്വൽ ടു ഹയസ്റ്റ് സ്കോറിന് മാക്സിമം ആണ്, അപ്പോൾ മാക്സ് ആണ് വേണ്ടത്, MAX ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതായത് B2 മുതലാണ്, B2 മുതൽ H2 വരെയുള്ള റേഞ്ച് സ്പെസിഫൈ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 517 ഇവിടെ ഹയസ്റ്റ് സ്കോറായിട്ട് ലഭിച്ചത് നമുക്ക് റിസൾട്ടായിട്ട് ലഭിക്കുന്നു. ദെൻ അടുത്തായിട്ട് നമ്മൾ ലോവസ്റ്റ് സ്കോറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് A4 ലോവസ്റ്റ് സ്കോർ എന്ന് എൻ്റർ ചെയ്യുക. ലോവസ്റ്റ് സ്കോർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ മിന്നാണ്. മിനിമം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈക്വൽ ടു കൊടുക്കുക, MIN മിനിമം, MIN ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. റേഞ്ച് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയോ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അവിടെ B2 മുതൽ H2 വരെയുള്ള ഏരിയയിലാണ് സ്കോർ ഉള്ളത്. അതിലെ ലോവസ്റ്റ് സ്കോറാണ് കണ്ടുപിടിക്കേണ്ടത്.
ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 320 എന്നാണ് ലോവസ്റ്റ് സ്കോർ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇനിയും നമുക്ക് ആവറേജ് സ്കോറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആവറേജ് സ്കോർ എന്നുള്ള ടൈറ്റിൽ A5 കൊടുക്കുക. ആവറേജ് സ്കോറിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് B5 കൊടുക്കാം. ഈക്വൽ ടു ആവറേജ് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്യുക. ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. B2 മുതൽ H2 വരെയാണ് റേഞ്ച് സ്പെസിഫൈ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ 408.71 അവിടെ ആവറേജ് സ്കോർ. അവിടെ ഡെസിമൽ പോയിൻ്റ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഫോർമാറ്റ് സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസ് ഉപയോഗിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെല്ലിൽ ഫോർമാറ്റ് സെല്ലിൽ പോവുക. അവിടെ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ നമ്പറിൽ എത്ര ഡെസിമൽ പോയിൻ്റ് വേണം, ഡെസിമൽ പോയിൻ്റ് 0 വേണമെങ്കിലാക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും. ഡെസിമൽ പോയിൻ്റ് ഇവിടെ 2 തന്നെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആവശ്യാനുസരണം ഡെസിമൽ പ്ലേസ് അറേഞ്ച് ചെയ്യുക, ഓക്കെ നൽകുക. നമുക്ക് അടുത്തായിട്ട് ലാബ് വർക്ക് 4 പോകാം. ഈ ചാപ്റ്ററിലെ 4ാമത്തെ ലാബ് വർക്കാണ്. കൗണ്ട് ഫങ്ഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ്. പൊതുപരീക്ഷകൾക്ക് സാധാരണ ചോദിക്കാറുള്ളൊരു ചോദ്യം കൂടിയാണിത്. ഏതാനും ചില കുട്ടികളുടെ സ്കോർ ഷീറ്റ് നൽകിയിരിക്കുന്നു. നെയിം, സ്കോർ, ഗ്രേഡ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. പന്ത്രണ്ട് കുട്ടികളുടെ ഒരു വിഷയത്തിന് ലഭിച്ച സ്കോറും ഗ്രേഡുമാണ് നൽകിയിരിക്കുന്നത്. കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കോർ ഷീറ്റ്. എത്ര കുട്ടികളുടെ സ്കോറാണ് ഇതിലുള്ളത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കോർ ഷീറ്റ്. സെക്കൻഡ്ലി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർഡ് ഇൻ ദ എക്സാമിനേഷൻ. എത്ര കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതി? നമുക്കറിയാം 2 പേർ ആബ്സെൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊഴികെ ബാക്കിയുള്ള കുട്ടികൾ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് നോട്ട് അസൈൻഡ് എനി ഗ്രേഡ്സ്. പരീക്ഷ എഴുതാത്തവർക്ക് ഗ്രേഡ് ബ്ലാങ്ക് ആണ്. അവിടെ ആർക്കൊക്കെ ഗ്രേഡ്, എത്ര കുട്ടികൾക്ക് ഗ്രേഡ് അസൈൻ ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിക്കണം. ദെൻ ഓൾസോ നമ്പർ ഓഫ് A+ ഹോൾഡേഴ്സ്. എത്ര കുട്ടികൾക്ക് A+ ലഭിച്ചിട്ടുണ്ട്? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 3 കുട്ടികൾക്ക് A+ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. സാധാരണ കമ്പ്യൂട്ടറിൽ ആയിരക്കണക്കിന് ഡേറ്റയിൽ നിന്നായിരിക്കും നമ്മൾ ഈ രീതിയിൽ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. അതിനൊരു സാമ്പിൾ മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രൊസീജിയർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഫസ്റ്റ്ലി വി ഷുഡ് ഓപ്പൺ എ വർക്ക്ഷീറ്റ് ഇൻ ലിബ്രെഓഫീസ് കാൽക്ക്. ദെൻ അതിനുശേഷം കോളം ഹെഡിങ്സ് കൊടുക്കണം. A1-ൽ നെയിം കൊടുക്കുക, B1-ൽ സ്കോർ കൊടുക്കുക, C1-ൽ ഗ്രേഡ്. ഇങ്ങനെയുള്ള കോളം ഹെഡിങ്സ് കൊടുക്കുക. A1-ൽ സ്കോർ, A1-ൽ നെയിം, B1-ൽ സ്കോർ, C1-ൽ ഗ്രേഡ്. ദെൻ നൽകിയിരിക്കുന്ന ഡേറ്റ പ്ലോട്ട് ചെയ്യുകയാണ്. A2 മുതൽ C13 വരെ നൽകിയിരിക്കുന്ന ഡേറ്റ എൻ്റർ ചെയ്യുക. അതായത് 12 കുട്ടികളുടെ സ്കോറും നെയിമും സ്കോറും ഗ്രേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം കാൽക്കുലേഷൻസ് ആണ് ഇനി നടത്തേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ D2-ൽ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് എൻ്റർ ചെയ്യുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് E2-ൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർമുല
ഈക്വൽ ടു കൗണ്ട് എ, കാരണം ആബ്സെൻ്റ് ആയ കുട്ടികളടക്കം എത്ര കുട്ടികളുണ്ട് എന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ കൗണ്ട് എ ആണ് വേണ്ടത്. കൗണ്ട് എ അവിടെ B2 B13 കൗണ്ട് ചെയ്യുക. ദെൻ അടുത്തായിട്ട് എത്ര കുട്ടികൾ പ്രസൻ്റായി എന്ന് കണ്ടുപിടിക്കണം. ആബ്സെൻ്റ് ആയവരൊഴികെ ഉള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ മാർക്കുള്ള കോളം മാത്രം കൗണ്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ മതി. അപ്പോൾ D3 നമ്മൾ സ്റ്റുഡൻസ് പ്രസൻറ്റ് എന്ന് കൊടുത്തിട്ട് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് E3 ഫോമുല കൊടുക്കുക, ഈക്വൽ ടു കൗണ്ട് B2 B13. ദെൻ അടുത്തായിട്ട് ഗ്രേഡ് ഇല്ലാത്ത കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. എൻ്റർ സ്റ്റുഡൻസ് വിത്ത് നോ ഗ്രേഡ് ഇൻ D4. അപ്പോൾ സ്റ്റുഡൻസ് വിത്ത് നോ ഗ്രേഡ് എന്ന് D4 എൻ്റർ ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് E4 ഫോമുല കൊടുക്കുക, ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്. ബ്ലാങ്ക് ആയിട്ടുള്ള ഗ്രേഡ് കോളത്തിൽ ബ്ലാങ്ക് ആണ് പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക്. അപ്പോൾ അതിലൂടെ എന്താണ് ഗ്രേഡ് ഇല്ലാത്ത കുട്ടികളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ C2 C13 അത് ഗ്രേഡ് ഉള്ളത്, ആ റേഞ്ച് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ അവിടെ 2 കോളം ബ്ലാങ്ക് ആണ്. ആ രീതിയിൽ ഗ്രേഡ് ഇല്ലാത്ത കുട്ടികൾ 2 നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാം. ദെൻ അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A+ കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ്, സ്റ്റുഡൻസ് വിത്ത് A+. D5 സ്റ്റുഡൻസ് വിത്ത് A+ എന്ന് എൻ്റർ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് E5 അത് കണ്ടുപിടിക്കാനുള്ള ഫോമുല ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ C2 C13 ഗ്രേഡ് ഉള്ളത്, കോമ അതിൽ A+കാരെ മാത്രം കൗണ്ട് ചെയ്യണം. എത്ര പേർക്ക് A+ ഉണ്ട്. അപ്പോൾ അത് A+ എന്നുള്ളത് കൊട്ടേഷനിൽ കൊടുക്കുന്ന കാര്യം ഓർക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അവിടെ നമുക്ക് എത്ര കുട്ടികൾക്ക് A+ ലഭിച്ചു എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഈ രീതിയിൽ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഔട്ട്പുട്ട് നമുക്കറിയാം. ടോട്ടൽ സ്റ്റുഡൻസ് 12 പേരുണ്ടാവും. സ്റ്റുഡൻസ് പ്രസൻറ്റ് 10 പേരേ ഉള്ളൂ. സ്റ്റുഡൻസ് വിത്ത് നോ ഗ്രേഡ് 2 ആയിരിക്കും. സ്റ്റുഡൻസ് വിത്ത് A+3 ആയിരിക്കും. അപ്പോൾ ഇത്തരം ലാബ് വർക്കുകളാണ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളത്. നമുക്കിത് എങ്ങനെ ഒരു വർക്ക്ഷീറ്റ് ചെയ്യാമെന്ന് കൂടി നോക്കാം. കൗണ്ട് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ളതാണ് ലാബ് വർക്ക് 4. ഇതിനായി ആദ്യം ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ലിബ്രെഓഫീസ് കാൽക്കിൽ ഓപ്പൺ ചെയ്യുക. ദെൻ തന്നിരിക്കുന്ന ഡേറ്റ ആ വർക്ക്ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യുക. 12 കുട്ടികളുടെ പേര്, അവരുടെ സ്കോറ്, അവരുടെ ഗ്രേഡ്, ഈ വിവരങ്ങളാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. ബ്ലാങ്ക് വർക്ക്ഷീറ്റിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എൻ്റർ ചെയ്യുക. അവിടെ ആദ്യം ടൈറ്റിൽ A1 നെയിമായിട്ട് കൊടുത്തു, B1 സ്കോർ കൊടുത്തു, C1 ഗ്രേഡ് എന്ന് ടൈറ്റിൽ കൊടുത്തു. തുടർന്ന് 12 കുട്ടികളുടെയും പേര് വിവരങ്ങൾ A2 മുതൽ A13 വരെ എൻ്റർ ചെയ്തു. സ്കോറുകൾ B2 മുതൽ B13 വരെ എൻ്റർ ചെയ്തു. ഗ്രേഡ് C2 മുതൽ C13 വരെ എൻ്റർ ചെയ്തു. അതിൽ ഗ്രേഡ് ഇല്ലാത്ത കുട്ടികൾക്ക് ബ്ലാങ്ക് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. സ്കോർ എൻ്റർ ചെയ്തപ്പോൾ ആബ്സെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആബ്സെൻ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുകയാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ നടത്തേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്ര കുട്ടികളുടെ പേരുകളാണ് ഈ സ്കോർ ഷീറ്റിലുള്ളത്. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി D2 നമ്മുടെ ആൻസേഴ്സ് നമുക്ക് D കോളത്തിൽ കൊടുക്കാം. വേണമെങ്കിൽ ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ആൻസേഴ്സ് എന്ന നിലയിൽ ടൈറ്റിൽ അവിടെ നിങ്ങൾക്ക് കൊടുക്കാം. D2 നമ്മൾ കണ്ടുപിടിക്കേണ്ട ടോട്ടൽ സ്റ്റുഡൻസ് എൻ്റർ ചെയ്തു. അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് E2 ടോട്ടൽ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അവിടെ കൊടുക്കുക ഈക്വൽ ടു
ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ നമുക്കറിയാം കൗണ്ട് എ ആണ്. മുഴുവൻ കുട്ടികളെയും ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൗണ്ട് എ യൂസ് ചെയ്യുന്നു. കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. റേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം B2 മുതൽ B13 വരെയാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് അവിടെ 12 എന്ന് ആൻസർ ലഭിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര കുട്ടികൾ പ്രസൻ്റ് ആയി എന്നാണ്. പ്രസൻ്റ് ആയ കുട്ടികളുടെ എണ്ണം, എക്സാമിനേഷന് പ്രസൻ്റ് ആയ കുട്ടികളുടെ എണ്ണം. അപ്പോൾ സ്റ്റുഡൻസ് പ്രസൻറ്റ് ആയ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുന്നു. അതിനുവേണ്ടി E3യിൽ ഫോമുല കൊടുക്കുക, ഈക്വൽ ടു അവിടെ കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഈക്വൽ ടു കൗണ്ട്, ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യാം നമുക്ക്. അതായത് B2 മുതൽ B13 വരെയുള്ള റേഞ്ച് സ്പെസിഫൈ ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 2 കുട്ടികൾ ആബ്സെൻ്റ് ആണ്. അപ്പോൾ 10 കുട്ടികളാണ് അവിടെ എക്സാമിന് പ്രസൻ്റ് ആയത്. ഇപ്പോൾ സ്റ്റുഡൻസ് പ്രസൻറ്റ് 10 ആണ്. ദെൻ അതേത്തോടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്റ്റുഡൻസ് വിത്ത് നോ ഗ്രേഡ് ആണ്. സ്റ്റുഡൻസ് വിത്ത് നോ ഗ്രേഡ്, പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക് ഗ്രേഡ് ഇല്ല. അപ്പോൾ സ്റ്റുഡൻസ് വിത്ത് നോ ഗ്രേഡ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ് നമുക്കറിയാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എം ടി സെൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൗണ്ട് ബ്ലാങ്ക് ആണ്. സോ ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. ഇവിടെ ഗ്രേഡുള്ള റേഞ്ചാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് C2 മുതൽ C13 വരെ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അവിടെ 2 കുട്ടികൾക്കാണ് ഗ്രേഡ് ഇല്ലാത്തത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം സ്റ്റുഡൻസ് വിത്ത് A+ ആണ്. A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം. സ്റ്റുഡൻസ് വിത്ത് A+. A+ വാങ്ങിയ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു കൗണ്ട് ഈഫ് ആണ്, കണ്ടീഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. A+ കിട്ടിയിരിക്കണം. എത്ര കുട്ടികൾക്ക് A+ കിട്ടിയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈക്വൽ ടു കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ ഗ്രേഡുള്ള റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. അതായത് C2 മുതൽ C13 വരെ. ദെൻ അതിനുശേഷം കോമ. ഇനി ക്രൈറ്റീരിയ ആണ് വേണ്ട. റേഞ്ചിന് ശേഷം കോമ ഇട്ടിട്ട് ക്രൈറ്റീരിയ, കണ്ടീഷൻ എന്താണ്. കണ്ടീഷൻ നമുക്കറിയാം, കൊട്ടേഷനിൽ ഡബിൾ ഇൻവേർട്ടർ കോമയിൽ കൊടുക്കണം, കൊട്ടേഷനിൽ കൊടുക്കണം. കൊട്ടേഷനിൽ കണ്ടീഷൻ A+ എന്നായിരിക്കണം. A+. ബ്രാക്കറ്റ് ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇവിടെ 3 പേർക്കാണ് A+ ലഭിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ B2 : B13.
സ്റ്റുഡൻസ് പ്രസൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഈക്വൽ ടു കൗണ്ട് ബ്രാക്കറ്റിൽ B2:B13. ഗ്രേഡ് ഇല്ലാത്ത കുട്ടികളെ കണ്ടുപിടിച്ചത് കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ C2:C13. A+ ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ചത് കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ C2:C13, കൊട്ടേഷനിൽ A+, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് കമ്പ്യൂട്ടർ ഉള്ളവർ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.